ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. നമുക്ക് 2 ഭാഗം വായിക്കണം. കർത്താവ് എന്നോട് ഈ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദഭാഗമാണ് ആമോസ് പ്രവാചകൻ്റെ പുസ്തകം. ആമോസ് എന്ന് പറയുന്ന പ്രവാചകൻ ചെറിയ പ്രവാചകന്മാരിൽ എണ്ണത്തിൽപ്പെട്ട വ്യക്തിയാണ്. അതായത് ആമോസ് പ്രവാചകൻ്റെ പുസ്തകം ആദ്യമേ വായിക്കേണ്ടത് 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം ഒരാൾ. അതിനുശേഷം 5-ാം അധ്യായം 14-ഉം 15-ഉം വാക്യം വായിക്കാം. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. വേറൊരാൾ 5-ാം അധ്യായം 14-15 വാക്യം കൂടെ വായിക്കാം. ഞാൻ വായിക്കാം. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കും. നിങ്ങൾ തിന്മ ദ്വേഷിച്ച് നന്മ ഇച്ഛിച്ച് ഗോപുരത്തെങ്കിൽ ന്യായം നിലനിർത്തുവീൻ. ഹല്ലേലൂയ. വളരെ സുപരിചിതമായ വേദഭാഗമാകാം. എന്നാൽ എല്ലാവരും ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ പ്രസംഗിക്കുന്നത് തുലോം കുറവാണ്. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വ്യക്തമായി ഇടപെട്ടു. ആമോസ് ആരാണെന്നും നമുക്കറിയാം. ആമോസ് വലിയ പ്രവാചകനൊന്നുമല്ല. ആമേൻ. വലിയ അത് അറിയാനെ കൊണ്ട് 7-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 7-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിച്ചേ. അമസ്യാവോട്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ. അടുത്തതൂടെ, ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എന്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്ക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. നോക്കിയേ, അതിനെ ആമോസ് പറയുകയാണ്. അമസ്യാവോട് പറയുന്നു, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവരും അത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കാം. ഹല്ലേലൂയ. നമുക്കറിയാം, ചരിത്രം മുന്നോട്ട് പഠിക്കുമ്പോൾ ആട്ടിൻകൂട്ടത്തിൽ നിന്നും ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുവാൻ വന്നവൻ പുറകാലെ അത് ആ ദൗത്യം കഴിഞ്ഞപ്പോൾ താൻ തെക്കോവയിലേക്ക് വീണ്ടും ആടിൻ്റെ ഇടയനായിട്ട് തന്നെ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. യഹൂദ്യ ദേശത്ത് നിന്ന് ഇസ്രായേലിൽ വന്ന് അരുളപ്പാട് അറിയിക്കുന്ന ഒരു ആമോസിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാം, ശലോമോന് ശേഷം 12 ഗോത്രങ്ങൾ അടങ്ങിയ ഗോത്രസംഖ്യ 12 രാജ്യങ്ങൾ ശലോമോന് ശേഷം രാജ്യം വിഭജിക്കപ്പെട്ടു. 10 രാഷ്ട്രങ്ങളായി. 10 ഗോത്രങ്ങൾ ഇസ്രായേൽ എന്നും 2 ഗോത്രങ്ങൾ യഹൂദ എന്നും പേര് നമുക്കറിയാമല്ലോ. യെരോബയാം, രഹോബയാം എന്നൊക്കെ പറഞ്ഞ് രാജാക്കന്മാർ അവിടെ ഭരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തെ മറുതലിച്ച് അവര് സമ്പൽ സമൃദ്ധമായ അനുഭവത്തിലൂടെ ദൈവം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ തലമുറകൾ വഴിവിട്ട് ദൈവത്തോട് മത്സരിച്ച് പോയത് കൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ അവരെ ശിക്ഷിക്കും. ശിക്ഷ നടപ്പാക്കും. എൻ്റെ കൈ അത് പിൻവലിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോകുമ്പോൾ അവർ മടങ്ങി വരുവാൻ യഹോവയായ ദൈവം പിന്നെയും തൻ്റെ ദാസനിൽ കൂടെ അരുളപ്പാട് അറിയിക്കുന്നു. നിങ്ങൾ മടങ്ങി വരിക. ഇവിടെ വായിച്ച ഭാഗത്ത് നമ്മൾ എന്താ വായിച്ചത്? 12-ാം അധ്യായത്തിൽ, അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ കാലഘട്ടത്തിന്റെ വചനമാ, ഇസ്രായേലിന്റെ വചനമാണെങ്കിൽ പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന നമ്മോടുള്ള വചനമാ. ഇസ്രായേൽ ആരാണ്? ദൈവത്തിന്റെ വെളിപ്പാട് പ്രാപിച്ച ജനമാ, വെളിപ്പാട് കൊടുത്ത ജനമാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന ജനമാ, ദൈവത്തിന്റെ ദർശനം നൽകിയ ജനമാ, ദൈവത്തിന്റെ ന്യായപ്രമാണം നൽകിയ ജനമാ. നമുക്കും ദൈവം എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ പണ്ട് ഭാഗമായി പിതാക്കന്മാർക്ക് ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമുക്ക് നൽകപ്പെട്ട ജീവന്റെ വചനം, ആ പ്രമാണം നമ്മൾ മുറുകെ പിടിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ സന്ദേശത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്.
ഹല്ലേലൂയ. ആമേൻ. നമ്മളും പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്നു, നമുക്കും ദൈവിക ദർശനം പ്രാപിച്ചവരാ, ദൈവത്തിന്റെ നാമം ആമേൻ നമ്മൾ ധരിച്ചവരാ. അതുകൊണ്ടല്ലേ നമ്മൾ പരസ്പരം കാണുമ്പോൾ ദൈവത്തിന്റെ ദാസി എന്നൊക്കെ വിളിക്കുന്നത്, ദൈവത്തിന്റെ ദാസ എന്ന് വിളിക്കുന്നത്. ദൈവത്തിന്റെ നാമം ആമേൻ ഹല്ലേലൂയ, അത് പരിശുദ്ധ നാമമാണ്. ഞാൻ ഈ കോവിഡ് കാലത്ത് ഒത്തിരി നമ്മളെല്ലാം പ്രാർത്ഥിച്ചൊരു വാക്യമാണ്. ആമേൻ. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം. ആ പദം ഒന്ന് ശ്രദ്ധിച്ച്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടു തിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടവരുടെ പാപം ക്ഷമിക്കുമെന്ന് ദൈവത്തിന്റെ വചനം അത് പറയുമ്പോൾ ദൈവത്തിന്റെ നാമം ആമേൻ ദുഷിക്കപ്പെടുവാനിടയാകരുതെന്നുള്ള ചിന്തയാണ്. ഹല്ലേലൂയ. റോമാലേഖനത്തിലുണ്ട്, നിങ്ങൾ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടുന്നു. ഇസ്രായേലിനെ ചൂണ്ടി ദൈവത്തിൻ്റെ അരുളപ്പാട് അവിടെ കാണുന്നുണ്ട്. എന്നാൽ ദൈവനാമം ദുഷിക്കപ്പെടുവാൻ ദൈവം തൻ്റെ ജനത്തെ അനുവദിക്കുകയില്ല. അതിനെ മടങ്ങി വരുവാൻ ചില ശിക്ഷകൾ ദൈവം നൽകും. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ എന്ത് ശിക്ഷയാണ് നൽകുന്നതെന്ന് ആ 11-ാം വാക്യം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. 11-ാം വാക്യം ഒന്ന് എടുത്തേ. ആമേൻ. ഹല്ലേലൂയ. 4-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ ഒന്നുകൂടെ അത് വായിക്കാം. ദൈവം സോദോമിനെയും ഗൊമോറയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തും. ഹല്ലേലൂയ. നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയെ പോലെ ആയിരുന്നു, എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ദൈവം അതേ ഒരു ന്യായവിധി ചെയ്യുമെന്ന് ദൈവം പറയുകയാണ്. ഹല്ലേലൂയ. അതിന് ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതിൽ അകപ്പെടാതിരിക്കുവാൻ ദൈവം തൻ്റെ ദാസന്മാരോട് പിന്നെയും പറയുന്നത് എന്താണ്? നിന്റെ ദൈവത്തെ നീ എന്ന് എതിരേൽക്കുവാൻ നീ ഒരുങ്ങിയാൽ മതി. ആമേൻ. അതിൻ്റെ 4-ാം അധ്യായം തന്നെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 4-ന്റെ 6. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിന്റെ വെടുപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. കണ്ടോ, ദൈവം തിരിയാനെ കൊണ്ട് ദേശത്ത് ക്ഷാമം വരുത്തുകയാണ്. എന്നിട്ടും തിരിയുന്നില്ലെന്നേ. ഈ കാലഘട്ടത്തിന്റെ വചനം ഇത് ഭയപ്പെടുത്തുവാൻ പറയുകയല്ല. നമ്മളൊരു ദൈവത്തോട് ഉടമ്പടി ചെയ്ത്, ഇസ്രായേൽ ജനം ഉടമ്പടി പ്രാപിച്ച ജനമാ. ഉടമ്പടി ചെയ്തതുപോലെ നമ്മളും ചെയ്തതാണ്. ആമേൻ. നമുക്കൊരു മുന്നറിയിപ്പ് ദൈവം തരികയാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ആരാധനയ്ക്ക് അന്യഭാഷയിൽ ആരാധിക്കുന്നു, അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പോരാ, നമ്മുടെ ജീവിതചര്യയിൽ ദൈവത്തെ മറന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ ശിക്ഷ വരും. ഹല്ലേലൂയ. ഇതൊരു മുന്നറിയിപ്പ് നമുക്ക് ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവരാ. എന്നാൽ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചുണർത്തുകയാണ്, ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ. നമുക്ക് മുന്നറിയിപ്പ് ദൈവം തരുമ്പോൾ ദൈവത്തെ മറക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത്. ആമേൻ. ദൈവം ആരാണെന്ന് പോലും ആമേൻ ഇവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചേ. 4-ന്റെ 13. ദൈവത്തിന് സ്തോത്രം. ദൈവം ആരാണെന്ന് നിന്നോട് ചെയ്യുമെന്ന് പറഞ്ഞവൻ ആരാണെന്ന് അറിയണം. ആരാ? പർവ്വതങ്ങളെ നിർമ്മിക്കുന്നവനാ, കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവന്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, അവന്റെ പേരാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. അവന്റെ നാമം സൈന്യങ്ങളുടെ യഹോവയാ. ആമേൻ എന്നാകുന്നു. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. അങ്ങനെയെങ്കിൽ ആ നാമം ധരിച്ചവരായ നമ്മോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ആമേൻ. ദൈവത്തെ എതിരേൽപ്പാൻ നീ എന്ത് ചെയ്യണം? ഒരുങ്ങിക്കൊള്ളണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഇസ്രായേൽ ജനത്തിന് ദൈവം വെളിപ്പാട് കൊടുത്തെങ്കിൽ ദൈവ പൈതലെ നമുക്കും വെളിപ്പാട് തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ന്യായപ്രമാണം ലഭിച്ച ജനമാണ് ഇസ്രായേൽ. നമ്മളും ന്യായപ്രമാണം ലഭിച്ച ജനമാണ്. ദൈവത്തിന്റെ നാമം അവർ വഹിച്ചിരുന്ന ജനമാണ്. ആമേൻ. അതേ നാമം നമ്മളും വഹിക്കുകയാണ്. ദൈവകൃപ പ്രാപിച്ച ജനമാ, ഉടമ്പടി ചെയ്ത ജനമാ, ഉടമ്പടി പ്രാപിച്ച ജനമാ. അപ്പോൾ അവർക്കൊരു
തെറ്റിദ്ധാരണയുണ്ടായി. ഞങ്ങളെ തെരഞ്ഞെടുത്ത് ആമേ എങ്ങനെയാ തെരഞ്ഞെടുത്തത്? ആവർത്തന പുസ്തകത്തിലൊക്കെ കാണുവാൻ കഴിയുന്നു. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങൾ ആമേ വലിയ ജാതി ആയതുകൊണ്ടാ കൊണ്ടൊന്നുമല്ല. നിങ്ങൾ ജാതി മറ്റുള്ളവരെക്കാൾ കുറഞ്ഞവരായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. ഭൂതലത്തുള്ള സകല ജനത്തെക്കാളും സ്നേഹിച്ച് നിന്നെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിൽ നിന്റെ പിതാക്കന്മാരോട് ചെയ്ത ഒരു ഉടമ്പടിയുണ്ട്. ഒരു ഹല്ലേലൂയ ആമേൻ. അവരോട് ചെയ്ത ഒരു സത്യം നിവർത്തീകരിക്കുവാനാണ് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത്. എവിടെ നിന്നാ നമ്മെ തെരഞ്ഞെടുത്തത്? അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്കല്ലേ? വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനല്ലേ തെരഞ്ഞെടുത്തത്? നാം രാജകീയ പുരോഹിത വർഗമാക്കി നമ്മയും ദൈവം തീർത്തില്ലേ? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ദാസീദാസന്മാരെ, നമ്മോടുള്ള ഒരു മുന്നറിയിപ്പാണ്. ഹല്ലേലൂയ ആമേ ആമേ. ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം എടുത്താട്ടെ 11-12 വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു, ബുദ്ധി ഉപദേശത്തിനായി എഴുതി വച്ചിരിക്കുന്നു. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളണം. ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. ദൈവം തന്റെ ദാസനിൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 11-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. ആമേൻ. ഞാൻ അതേ ശിക്ഷ കൈമാറും. ആമേ. ഉന്മൂലനാശം ചെയ്യും. നിങ്ങളുടെ ഇടയിൽ ഉന്മൂലനാശം വരുത്തി നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയൊക്കെയാ കാര്യം നമുക്കറിയാം. ആമേൻ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ അവരുടെ കഷ്ടത കണ്ടു, അവരുടെ നിലവിളി കേട്ടു. ആമേൻ. അവരുടെ സങ്കടം അറിഞ്ഞു എന്ന് പറഞ്ഞ് ഇരുമ്പുലയിൽ നിന്നും ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നതാ. അത്ര അത്ഭുതകരമായി നടത്തിയ ജനമ. ഇതൊക്കെ ശരിയാ. നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളെ ദൈവം കൈവിടുകയില്ലെന്ന്. തെറ്റ് ചെയ്ത ദൈവം ക്ഷമിക്കുമെന്ന് എന്ന് ഇസ്രായേൽ ചിന്തിക്കുകയാണ്. 3-ാം അധ്യായം ഈ ആമോസിന്റെ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോഴും കാണുവാൻ കഴിയുന്നുണ്ട്. 1-ാം വാക്യം വേഗത്തിൽ നിന്ന് വായിച്ചേ. ഇസ്രായേൽ മക്കളെ, നിങ്ങളെക്കുറിച്ചും ഞാൻ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച സർവ്വവംശത്തെക്കുറിച്ചും യഹോവ അരുളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പിൻ. ഭൂമിയിലെ സകല വംശങ്ങളിൽ വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. അങ്ങനെ തെരഞ്ഞെടുത്തത് കൊണ്ട് രക്ഷപ്പെടാമെന്ന് കഴിയണ്ട. നിങ്ങൾ അകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അകൃത്യം നിങ്ങളെ സന്ദർശിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ലോക മനുഷ്യനോട് ദൈവം പെട്ടെന്നൊന്നും സന്ദർശിക്കത്തില്ല. അവനെ പിന്നീട് ഒരു ഒറ്റയടിക്ക് അങ്ങ് സന്ദർശിക്കത്തതേ ഉള്ളൂ. അല്ലെങ്കിൽ അവന്റെ മനസാക്ഷി നിമിത്തം അവനെ കുറ്റം വിധിക്കുകയുള്ളൂ. എന്നാൽ അവനൊരു ചാൻസുകൾ ഇങ്ങനെ കൊടുക്കുമെങ്കിലും ദൈവജനം അറിഞ്ഞ സത്യത്തിൽ വ്യതിചലിച്ചു കഴിഞ്ഞാൽ ആടി ഉറപ്പാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇതൊക്കെ പറയാനെ കൊണ്ട് ഇന്ന് പ്രാസംഗികർ കുറവാണ്. ആമേൻ. തട്ടു പൊളിപ്പൻ നല്ല അനുഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ജനം ഘോഷിക്കും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ രാത്രിയിൽ എന്നോട് സംസാരിച്ചത് ഇത് നമ്മളോട് എനിക്ക് വേണ്ടിയിട്ടുള്ള വചനമാണ്. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള വചനമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്ന സകല വംശങ്ങളിൽ വെച്ച് നമ്മെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അകൃത്യങ്ങളൊക്കെയും നിങ്ങൾ സന്ദർശിക്കുമെന്നാണ് അവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവം കഷ്ടം വരുത്തുന്ന എല്ലാ കഷ്ടങ്ങളുടെ കാര്യമല്ലേ, ചില കഷ്ടങ്ങൾ ദൈവം തരുന്നതിൻ്റെ പിന്നിൽ നമ്മളൊന്ന് തിരുത്തപ്പെടുവാനാ, നമ്മളൊന്ന് ക്രമീകരിക്കുവാനാ. യാക്കോബിന്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവർ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഷ്ടം വരുമ്പോൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വിടുതൽ നൽകും. കഷ്ടം വരുത്തുന്നത് നമ്മളൊന്ന് ക്രമീകരിക്കുവാൻ, എവിടൊക്കെയോ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ശരിപ്പെടുവാനാണ്. അങ്ങനെ കഷ്ടം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് എന്തുവാണ് ലഭിക്കുന്നത്? ആ ഭാഗം എടുത്ത് 5-ാം അധ്യായത്തിലേക്ക് വന്നേ 13-ാം വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. 2 കൂട്ടരാ. ഒന്ന് കഷ്ടം അനുഭവിക്കുന്നവർ, ഒന്ന് സുഖം അനുഭവിക്കുന്നവർ. കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞാൽ അനുദപിച്ച് മടങ്ങി വന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ദൈവം കൈക്കൊണ്ട് ദൈവകോപം മാറി ദൈവം നിന്നെ വിടുവിക്കുമ്പോൾ നാം ദൈവത്തെ മറക്കാതെ നന്ദിയുള്ള ഹൃദയമായി ദൈവത്തെ പാടി പുകഴ്ത്തണമെന്നാ പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം. ഈ 2-ാമത്തെ കൂട്ടർ പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? ദൈവം ചെയ്ത നന്മകൾ ജീവിതത്തിൽ ലഭിച്ചു കഴിയും
കഴിയുമ്പോഴുണ്ടല്ലോ, ദൈവത്തെ മറക്കാതെ ദൈവത്തെ പാടി സ്തുതിക്കണം. ഹല്ലേലൂയ. പുതിയ പാട്ടൊക്കെ നാവി തന്നു കഴിയുമ്പോൾ പിന്നെ മറക്കരുത്. ആമേൻ. എരിഹോവിലൂടെ കടന്നുപോയ 10 കുഷ്ഠരോഗികളെ, ആമേൻ, സ്തോത്രം, യേശു വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ കർത്താവേ ഞങ്ങളെ ഒന്ന് ആമേൻ സൗഖ്യമാക്കണമെന്ന് നിലവിളിച്ചു. അവർ ആമേൻ യേശു പറഞ്ഞു, നീ പുരോഹിതന്റെ അടുത്ത് പോയി കാണിച്ചു കൊടുത്താൽ മതി. ആ പോകയിൽ തന്നെ അവരെ സൗഖ്യമായി. ആമേൻ. 9 പേര് സൗഖ്യം കൊണ്ട് അങ്ങ് പോയി. എന്നാൽ ഒരുവൻ അന്യജാതിക്കാരൻ മടങ്ങി വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദൈവം നന്മ ചെയ്യുമ്പോൾ, വിടുതൽ നൽകുമ്പോൾ, ആമേൻ, നിന്റെ നാവ് പിന്നെ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കാനുള്ളതാ. നീ പിന്നെ മറക്കരുത്. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ. ഓ ഹല്ലേലൂയ. ദൈവത്തെ മറക്കുന്ന ഒരു അനുഭവം ജീവിതത്തിൽ കടന്നു വരരുത്. ദൈവത്തിന് സ്തോത്രം. വിടുവിക്കുന്ന ദൈവമാ. മറക്കാതെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് നീ കീർത്തനം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവജനത്തിന് കീർത്തി, അതായത് ദൈവജനത്തിന് സമൃദ്ധി വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം എന്താ ചെയ്തത്? ദൈവത്തെ മറക്കാൻ തുടങ്ങി. നമുക്കറിയാം, ഹല്ലേലൂയ, ഈ പ്രവചനം പ്രവചിച്ച ആമോസ് പ്രവചിച്ചു. താനം കടന്നുപോയി. 40 വർഷം കഴിഞ്ഞപ്പോൾ താൻ ഒരുപക്ഷെ ഇല്ലായിരിക്കാം. ചരിത്രം പറയുന്നത് താൻ മരിച്ചു എന്നാണ്. എന്നാൽ അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. എന്നാൽ 40 വർഷത്തിന് ശേഷം, ഹല്ലേലൂയ, അത് അസീറിയൻ സൈന്യം വന്ന് യെരൂശലേമിനെതിരായി കോപ്പുമായി വന്ന് തകർത്ത സംഭവങ്ങൾ, അത് ചരിത്ര സംഭവമായി നമ്മുടെ മുൻപിൽ ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. മടങ്ങി വരണമെന്ന് കർത്താവ് ആവർത്തിച്ചു പറഞ്ഞപ്പോഴും മടങ്ങി വരാൻ തയ്യാറാകാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? ആമേൻ. ദൈവത്തിന്റെ ശിക്ഷ അവരെ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ തന്നെ ഈ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു. ഈ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ എല്ലാം കാണുന്നത് നീ എൻ്റെ വചനം കേൾക്കണം. ആമേൻ. ആമേൻ. അതുകൊണ്ടാണ് 12-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്, ആമേൻ, ദൈവത്തെ നീ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിലേക്ക് തിരിയുവീൻ എന്നൊക്കെ അവിടെ പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ. ദൈവത്തെ എതിരേൽപ്പാൻ ഓരോ ദിവസവും നമ്മൾ ഒരുങ്ങിക്കൊള്ളണം. നമ്മൾ 2-ാം ഭാഗം വായിച്ചല്ലോ. ആ 2-ാം ഭാഗത്തേക്ക് ഒന്നുകൂടെ നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുവരും. ഒന്ന് വായിക്കുമോ? അതിന്റെ 14-ാം വാക്യം, 5-14. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിച്ചോണം. അപ്പോൾ ജീവിച്ചിരിക്കേണ്ടതിന് ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ തിന്മയല്ല നന്മ തന്നെ അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എങ്കിലേക്ക് തിരിയണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുകയാണ്. 2-ാമത് വായിച്ച ഭാഗത്ത് അതിന്റെ 15-ാം വാക്യം കൂടെ വായിച്ചേ. നിങ്ങൾ തിന്മ ദ്വേഷിച്ചു, നന്മ ഇച്ഛിച്ച് ഗോപുരത്തിങ്കൽ ന്യായം നിലനിർത്തും. നിങ്ങൾ തിന്മ ദ്വേഷിക്കണം, നന്മ ഇച്ഛിക്കണം. ഹല്ലേലൂയ. അപ്പോൾ തിന്മയല്ല, നന്മ തന്നെ അന്വേഷിക്കണം. അതുകൊണ്ടാണ് 37-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 3-4 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുമെന്ന് അവിടെയും പറയുന്നു. അതുകൊണ്ടാണ് ആ സങ്കീർത്തനത്തിൽ അങ്ങനെ കാണുന്നത്. സദൃശ്യവാക്യം 31-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിച്ചേ. 31-12 സാമർഥ്യമുള്ള ഒരു ഭാര്യയെക്കുറിച്ച് അവിടെ കാണുന്നുണ്ട്. സാമർഥ്യമുള്ള ഭാര്യ 12-ാം വാക്യത്തിൽ അവൾ എന്താ ചെയ്തതെന്ന് കാണുവാൻ കഴിയുന്നത് വായിക്കുമല്ലോ. അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. ആർക്കാണെന്നറിയാമോ? അതിൻ്റെ മുകളിലുണ്ട്, തൻ്റെ ഭർത്താവിന് ആയുഷ്കാലം മുഴുവനും സാമർഥ്യമുള്ള ഭാര്യ, ബലവും മഹിമയും അവിടെ ഉടുപ്പാണെന്നൊക്കെ താഴോട്ട് കാണുന്നുണ്ട്. ഭാവികാലം ഓർത്തവൾ പുഞ്ചിരി തൂകുന്നവളാണെന്ന് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കുടുംബിനി പറയുകയാണ്, എൻ്റെ ഭർത്താവിന് എൻ്റെ ആയുഷ്കാലം മുഴുവനും നന്മ ചെയ്യുമെന്ന്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? തിരിച്ചും ഭർത്താവ് ഭാര്യയ്ക്ക് ആയുഷ്കാലം മുഴുവനും നന്മ ചെയ്യണം. അങ്ങനെയുള്ള ഒരു കുടുംബമാണ് ഓർഡറായിട്ട് പോകുന്നത്. അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ, എവിടെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഡിസോർഡർ ആയി പോകും. ഹല്ലേലൂയ. അവിടെ പിന്നെ ദൈവം വസിക്കുവാൻ കഴിയുകയില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവത്തിന് സ്തോത്രം, നമ്മൾ കർത്താവ് പറയുന്നത് നന്മ ചെയ്യണം. ആമേ. ഈ നന്മ ചെയ്യുന്നതാണ് ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങുന്ന ഒരു വ്യക്തിയുടെ ക്വാളിറ്റി. അവൻ നന്മ ചെയ്യുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കയ്യിനോട് ഒരിക്കൽ കർത്താവ് പറഞ്ഞല്ലോ, നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ ഒന്ന് വായിക്കുമല്ലോ. 4-ാം അധ്യായം ഒന്നെടുത്തേ. 4-ാം അധ്യായം 5, 6, 7 വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം. കയ്യിലും
കയ്യിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. ആ, കയ്യിന് ഏറ്റവും കോപമുണ്ടായി. കയ്യിന് വലിയ കോപം ഉണ്ടാകുക. ഈ കോപം ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്ന് താഴോട്ട് കാണുന്നുണ്ട്. ആ, വായിക്കാം. അവന്റെ മുഖം വാടി. എന്നാറേ യഹോവ കയ്യിനോട്, ആ. നീ കോപിക്കുന്നത് എന്തിന്? നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നിന്റെ മുഖം എന്തിനാ വാടുന്നത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ ആ, ഇവിടെ പ്രസാദം ഉണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകയില്ലയോ? ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ നന്മ ചെയ്തില്ലെങ്കിൽ ദൈവപ്രസാദം ലഭിക്കത്തില്ല. മുഖം വാടും, സഹോദരനോട് കയർക്കും. ഹല്ലേലൂയ. ആത്മീക സഹോദരനോടൊക്കെ കയർക്കുന്ന പ്രവണത വരുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യുന്നത് കുറയുന്നത് കൊണ്ടാ. വേദപുസ്തകം പറയുന്നു, നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. റോമാലേഖനം 12-21 കാണുന്നു, തിന്മയോട് നമ്മൾ എന്ത് ചെയ്യണം? തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കണം. ഹല്ലേലൂയ. അങ്ങനെ എത്ര പേർക്ക് ആ മനോഭാവം ഉണ്ടാകും? നമ്മുടെ ദൈവം നമുക്ക് തന്ന വചനം എല്ലാം അതിൻ്റെതായ പ്രസക്തിയുണ്ട്. തിന്മയാൽ നന്മയാലല്ലേ തിന്മയെ ജയിക്കേണ്ടത്. അല്ലാതെ നമുക്കൊരുവൻ പറയുകയാണ്, ഇന്നാളെ ഏതോ ഒരു വ്യക്തി പറയുന്നത് ഞാൻ കേട്ട്, അവൻ എനിക്കൊരു പണി തന്ന് ഞാനൊരു പണി കൊടുക്കും. അതാണോ ദൈവ പൈതലേ നമ്മുടെ ആഗ്രഹം? അങ്ങനെ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മൾ തിന്മയാലാണ് നമ്മൾ അത് മുന്നേറുന്നത്. തിന്മ വെച്ച് പൊറിപ്പിക്കരുത്, തിന്മയോട് തോൽക്കരുത്, നന്മയാൽ തിന്മയെ നീ ജയിക്കണം. സദൃശ്യവാക്യങ്ങളിൽ തെസലോനിക്ക ലേഖനത്തിലൊക്കെ ഇതിന്റെ വാക്യങ്ങളുണ്ട്. 1 തെസലോനിക്ക ലേഖനം എടുത്ത് അതിന്റെ 5-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിച്ചേ. 5:15. 1 തെസലോനിക്കർ 5:15. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കും. ദൈവവചനം അങ്ങനെയാ പറയുന്നത് കേട്ടോ. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞത് ഇതെല്ലാം ഒന്ന് തന്നെ. കർത്താവ് പർവ്വത പ്രസംഗത്തില് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലൊക്കെ കാണുന്നത് ഇതുമായിട്ട് വളരെ സാമ്യമാണ്. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കണം, നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതെല്ലാം പറയുന്നതും ഇത് തന്നെയാണ് കർത്താവ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 44 ഭാഗം ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് വായിച്ചാൽ മതി. സമയം വളരെ അതിക്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. ഹല്ലേലൂയ. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിലും കാണുന്നുണ്ട്, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാണ്. നന്മ ചെയ്യുമ്പോൾ അത് അവരിൽ നിന്ന് ഇങ്ങോട്ടും നന്മ പ്രതീക്ഷിച്ചല്ല നമ്മൾ ചെയ്യേണ്ടത്. ദൈവത്തിന് അത് പ്രസാദമല്ല, അത് ലോകമനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാ. ദൈവ മനുഷ്യൻ എന്ന് പറയുന്നത് അങ്ങോട്ട് നന്മ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ചിലപ്പോൾ പല രീതിയിലുള്ള പ്രകോപനമൊക്കെ വരാം, കഷ്ടം വരാം. ഇതെല്ലാം സഹിക്കുവാനുള്ള കൃപയാണ് ദൈവം നമുക്ക് നൽകി തരുന്നത്. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിക്കുമോ? 3-ാം അധ്യായം 17-ാം വാക്യം. നിങ്ങൾ കഷ്ടം സഹിക്കണം എന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് നന്മ ചെയ്തിട്ട് തന്നെ കഷ്ടം സഹിക്കണമെന്ന് 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിച്ചേ. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം കണ്ടോ. ഇത് വല്ലാത്ത വചനമാണല്ല. നമ്മൾ നന്മ ചെയ്യാനെ കൊണ്ട് അവസരമുണ്ട്, ചെയ്യുവാൻ അറിഞ്ഞു, ഇതെല്ലാം നമ്മൾ കേട്ടു, പിന്നെ നന്മ ചെയ്തില്ലെങ്കിൽ അത് പാപമാണെന്നല്ലേ. നമ്മൾ ചില പാപങ്ങൾ മാത്രം നമ്മുടെ പട്ടികയിലുള്ളൂ. ഇതൊന്നും ഒരു പാപമായിട്ട് കാണാൻ കഴിയുന്നില്ലേ? ഇന്ന് പകൽക്കാലം നമുക്ക് ഏറ്റെടുക്കാം. നന്മ ചെയ്യുവാൻ നമുക്ക് പ്രാപ്തിയുള്ളപ്പോൾ നന്മ ചെയ്യുവാൻ കഴിയണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം എബ്രായ ലേഖനം 13-ാം അധ്യായം 16-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. എബ്രായ ലേഖനം 13:16 വായിച്ചേ. യോഹന്നാൻ 5:28 വായിച്ചേ. 5:28. ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേൾക്കും. നന്മ ചെയ്തവർ ജീവനായും. നന്മ ചെയ്യുന്നവരാണ് ജീവനായി എഴുന്നേൽക്കുന്നതെന്ന്. നന്മ ചെയ്യുന്നവർ, കല്ലറകൾ ഉള്ള എല്ലാവരും അവന്റെ ശബ്ദം കേട്ടിട്ട് നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്യുന്നവർ ന്യായവിധിക്കായും എഴുന്നേൽക്കുമെന്ന്. പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നെന്ന്.
കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ആദ്യം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പിന്നെ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടണമെങ്കിൽ ആമേൻ നന്മ ചെയ്യുന്നവരായിരിക്കണം. തിന്മ ചെയ്യുന്നവൻ ആമേൻ ഉയർക്കത്തിൽ എന്നവിടെ പറയുകയാണ്. ഗലാത്യർ 6:10 ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവസരം കിട്ടുമ്പോഴെല്ലാം സഹവിശ്വാസികൾക്കും നമ്മൾ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. 3 യോഹന്നാൻ 11 വായിക്കുന്നു, ഗായോസിനോട് യോഹന്നാൻ പറയുന്നു, എന്താ പറയുന്നത്? പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. തിരുവചനത്തിൽ അങ്ങനെ പറയുകയാണ്, നന്മയല്ലാതെ തിന്മയെ നീ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു. നന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടുണ്ട്, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. രണ്ടാമത് കുറിവാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ച് 5:14 ഒന്ന് വായിച്ച്. 5:14 നമ്മുടെ ആമോസ് പ്രവാചകന്റെ പുസ്തകം. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ ചെയ്യണം. അടുത്തത്, അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങളുടെ പ്രാർത്ഥന റൂമിൽ പ്രാർത്ഥിക്കുന്നത് പോലെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന്. ദൈവമായ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് എത്ര പേർക്ക് ആ സന്തോഷമുണ്ട്? ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? അതുകൊണ്ടാണ് സങ്കീർത്തനം വെച്ചിരിക്കുന്നു. എങ്ങനെ വെച്ചിരിക്കുന്നെന്നാ പറയുന്നതെന്നറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ അന്വേഷിക്കുന്നത് കൊണ്ട്, തിന്മയോട് നമ്മൾ എതിർത്ത് നിൽക്കുന്നത് കൊണ്ട്, ആമേൻ, നന്മയാൽ തിന്മയെ ജയിക്കുവാനുള്ള ഒരു ഹൃദയ ഉള്ളത് കൊണ്ട്, ആ ദിവ്യ സ്വഭാവത്തിന് ഉടമയായതുകൊണ്ട്, അങ്ങനെ നിൽക്കുന്നവരുടെ മുമ്പിൽ യേശു കടന്നു വരും. ഹല്ലേലൂയ. യേശു ഉണ്ടെങ്കിൽ, ആ സാന്നിധ്യമുണ്ടെങ്കിൽ, നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല. നിന്റെ തലമുറയുടെ മുൻപിൽ ആരൊക്കെ ഹല്ലേലൂയ ഏതെല്ലാം ചൊല്ലുകളോ ഏതെല്ലാം ആവിചാരങ്ങളോ അല്ല നിന്റെ കുടുംബത്തിനോട് പൊരുതിക്കോ എഴുതാലൊന്നും അത് ഏൽക്കുകയില്ല. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയോ, നിന്നെ സംരക്ഷിക്കുന്ന ഒരു കരം ഇറങ്ങി വരും. ദൈവം നിന്നോട് കൂടെയുണ്ട്. അവന്റെ പേര് ഇമ്മാനുവേൽ. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലാകുന്നു. ആ ഇമ്മാനുവേൽ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആഗ്രഹിക്കുന്നത് പോലെ, നീ അപേക്ഷിക്കുന്നത് പോലെ എൻ്റെ യേശു നിന്റെ അടുത്ത് ഇറങ്ങി വരും. അവന് ഹല്ലേലൂയ നിന്നെ വിടുവിപ്പാൻ കഴിയും. ശത്രു വെല്ലുവിളിച്ച് കൊണ്ടുവരുന്ന ഹല്ലേലൂയ ഏത് തീയമ്പുകളും അവിടെ ഏൽക്കുകയില്ല. നിനക്ക് വേഗത്തിൽ പൊറുതി തരുന്ന ദൈവമാ. നിന്റെ രോഗശക്തികളെ അവൻ നീക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വ്യക്തമായി ഇടപെടുകയാ. ദൈവ സാന്നിധ്യം കൊണ്ട് നിന്റെ കൂടാരം നിറയും. ജീസസ്, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം കൊണ്ട് നിന്റെ കൂടാരം നിറഞ്ഞു കഴിയുമ്പോൾ ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയാ. നീ പിന്നെ വേറെ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. കാര്യം നീ അത്യുന്നതന്റെ മറവിലാ വസിക്കുന്നത്. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ പിന്നെ അടുക്കുകയില്ല. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. യെസ്, ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയം. ദൈവം കൂടെ ഉണ്ടാകുമെന്ന് നീ നന്മ ചെയ്യുമെങ്കിൽ അവൻ നിന്നോട് കൂടെയുണ്ട്. നീ ആഗ്രഹിക്കുന്നത് പോലെ, നീ പ്രാർത്ഥിക്കുന്നത് പോലെ, നീ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നീ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിന്മേൽ ദൈവം അടുത്തു വരുമെന്ന്. ജീസസ്, ഹല്ലേലൂയ. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ നീ അന്വേഷിക്കണം. ഇന്ന് പകൽക്കാല പുതൻ തീരുമാനമെടുക്കട്ടെ. ജീവിച്ചിരിക്കേണ്ടതിന് ഹല്ലേലൂയ തിന്മയല്ല നന്മ തന്നെ ഒന്ന് അന്വേഷിച്ച്, അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സമയമായിരിക്കുന്നു, നമ്മൾ നിർത്താൻ പോവുകയാണ്. ഒരു വാക്യം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ ദൈവജനം ഹല്ലേലൂയ ദൈവത്തിന് മറുതലിക്കുന്ന അനുഭവങ്ങൾ, കർത്താവിൻ്റെ ഹൃദയം വേദനപ്പെട്ടപ്പോൾ ഇത് ദുഷാഠ്യമുള്ള ജനമാണെന്ന് ദൈവപുരുഷനായ മോശയോട് പറയുമ്പോൾ, ദൈവപുരുഷനായ മോശ ദൈവസന്നിധിയുടെ സന്നിധിയിൽ ഇടിവ് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ്. ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെ മുഖാമുഖമായിട്ട് ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പെട്ടകത്തിൽ
ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയോ ലക്ഷം ജനത്തെ ഞാൻ കൊണ്ടുപോകുമ്പോൾ കർത്താവേ നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ അയക്കരുത്. ഓ ജീസസ്, നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ അയക്കരുത്. നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ വരണം. നീ എന്നെ നീ അവിടുത്തെ വഴി എന്നെ ഒന്ന് കാണിച്ചു തരണം. യെസ്, ഹല്ലേലൂയ. വഴി ചോദിച്ചവന് ആമേൻ സാന്നിധ്യം കൊടുത്തു, പോരാ ഒരു സ്വസ്ഥതയും കൊടുത്തെങ്കിൽ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ നിന്റെ വഴി ശുഭകരമാകും. നിന്റെ തലമുറയുടെ വഴി ശുഭകരമാകും. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. ഓ ഇസ്രായേലേ, ഞാൻ ഇത് ചെയ്യുമെന്ന് ആമേൻ നീ അറിയുന്നത് കൊണ്ട് നീ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാ. ചില ചാൻസസുകൾ നമുക്ക് ദൈവം നൽകി തന്നിരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഹല്ലേലൂയ, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. ദേശത്ത് പാർത്ത് നീ വിശ്വസ്തത ആചരിച്ചോ. ഹല്ലേലൂയ. ഒരു പ്രതിഫലമുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. കാര്യം ദൈവം നിന്നോട് കൂടെയുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. 300 വർഷമാ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നത്. എങ്ങനെ നടന്നു പ്രിയപ്പെട്ടവരെ? അതിൻ്റെ കാര്യം അവൻ നന്മ അന്വേഷിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹയ്യനോട് പറയുക, നിന്റെ മുഖം വാടുന്നതെന്ത്? നീ സഹോദരനോട് കോപിക്കുന്നതെന്ത്? നന്മ നീ അന്വേഷിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നിന്റെ മുഖം വാടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാമടിയാര് യഹോവായേ, മനസ്സാലിവുടയ മഹോന്നതപരനെ, വന്ദനം നിനക്കാമേ. ഓ മനസ്സാലിവുടയ മഹോന്നതപരനെ, വന്ദനം നിനക്കാം. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സ്നേഹവും കൃപയും കാവലും കൂട്ടായ്മ അനുഗ്രഹങ്ങളും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും ഇന്ന് വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങളോടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ശുശ്രൂഷയ്ക്കായി കടന്നുപോയിരിക്കുന്ന ബഹുമാനീയ ദൈവദാസൻ എം എ വർഗീസവരോടും കൂടെ പോയ കുഞ്ഞുങ്ങളോടും ആമേൻ നമ്മുടെ മടക്കയാത്രയിലും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. സമാധാനത്തോടെ പിരിയാം. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു ഓൾ.